ബിഗ് ബോസിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇപ്പോൾ ലൈവിൽ ഒരു രസകരമായ കാര്യം നടന്നിരിക്കുകയാണ്. എന്തായാലും അടുത്ത ആഴ്ചയിലേക്കുള്ള ക്യാപ്റ്റൻ ജിൻഡോ ആവും, അതിലൊരു സംശയവുമില്ല. അപ്പോൾ ഗബ്രി അവിടെ വന്നിരുന്നിട്ട് ഒരു കാര്യം ജിൻഡോനോട് പറയാണ്. അവിടെ ജിൻഡോൻ്റെ അടുത്ത് സിബിനുണ്ട്, അഭിഷേക് ശ്രീകുമാറുണ്ട്, സായി ഉണ്ട്. അപ്പോൾ ആ സമയത്താണ് ഗബ്രി ഈ കാര്യം വന്ന് പറയുന്നത്. ചേട്ടൻ അടുത്ത ആഴ്ച ക്യാപ്റ്റൻ ആവും, അതെന്തായാലും ഉറപ്പുള്ള കാര്യമാണ്. ക്യാപ്റ്റൻ ആവുകയാണെങ്കിൽ എന്നെയും ജാസ്മിനെയും 2 ഗ്രൂപ്പുകളിൽ ഇടണം, ഒറ്റ ഗ്രൂപ്പിൽ ഇടരുത് എന്നാണ് ഗബ്രി പറയുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ സിബിൻ പറയാണ്, മോനെ ആ പരിപ്പ് ഈ കാലത്തിൽ വേവില്ല എന്നാണ് പറയുന്നത്. നീയും ജാസ്മിനും അങ്ങ് ഒരുമിച്ച് നിന്ന് കളിച്ചാൽ മതി. നിങ്ങളെ ഒരു ഗ്രൂപ്പിലേ ഞങ്ങൾ ഇടും. കാരണം നിങ്ങൾ ഒരുമിച്ച് നിന്ന് കളിക്കുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം, നിങ്ങൾ സെപ്പറേറ്റ് ആവണ്ട എന്നാണ് അവിടെ സിബിൻ പറയുന്നത്. സിബിനും സായിയും ഇക്കാര്യം തന്നെയാണ് അവിടെ പറയുന്നത്. അപ്പോൾ ജിൻഡോ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇനി ഇവൻ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് ഞാൻ ചിലപ്പോൾ ഇവരെ ഒരു ഗ്രൂപ്പിലിട്ടാലോ, ഇവർ സെപ്പറേറ്റ് ആവണ്ടോ, ഒരുമിച്ച് നിന്ന് കളിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കും. എന്നിട്ട് ഇവർ ഒരുമിച്ച് ഒരു ഗ്രൂപ്പിലിടും. അങ്ങനെ ഞാൻ ചിന്തിക്കാനായിരിക്കും ചിലപ്പോൾ അവൻ ഇക്കാര്യം ഇവിടെ ഇങ്ങനെ വന്ന് പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ് ജിൻഡോ പറഞ്ഞത്. എന്തായാലും വീട്ടിലുള്ളവർ ജാസ്മിനെയും ഗബ്രിയും വേർപിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അവർ എന്തായാലും ഈ രീതിയിൽ തന്നെ കളിച്ച് മുന്നോട്ട് പോകട്ടെ എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. നെഗറ്റീവ് ആണെങ്കിൽ കട്ട നെഗറ്റീവിൽ തന്നെ പോകട്ടെ. ഗബ്രിക്ക് ഒട്ടും ആഗ്രഹമില്ല വേറെ 2 ഗ്രൂപ്പുകളിൽ പോകണമെന്ന്. കാരണം ഇവർക്ക് ഇതിനു മുമ്പ് എത്രയോ അവസരങ്ങളുണ്ടായിരുന്നു സെപ്പറേറ്റ് ആയിട്ട് നിന്ന് കളിക്കാനായിട്ട്, പക്ഷെ അന്നൊന്നും അവർ കളിച്ചില്ല. കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ.